Hi all, welcome to our new session. So in this session, we will be analyzing a very important essay, Functions of a Teacher by Bertrand Russell. So let's see who is Bertrand Russell in brief. So Bertrand Russell, his full name is Bertrand Arthur William Russell. അപ്പം ഈ ഒരു പേര് നമ്മൾ ഒരു എസേയിസ്റ്റ് എത്ര വലിയൊരു നോട്ടബിളായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഈ ഒരു റൈറ്റേഴ്സിൻ്റെ ഒറിജിനൽ അവരുടെ ഫുൾ നെയിം എന്താണെന്നുള്ളത് ശരിക്കും നോട്ടീസ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് മിസ് ചെയ്യരുത്. ചിലപ്പം ചില മിഡിൽ നെയിംസൊക്കെ സർനെയിംസൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ തെറ്റിച്ചൊക്കെ ചോദിക്കും. അതൊക്കെ അതുകൊണ്ട് നല്ല രീതിയിൽ വൃത്തിക്ക് അത് പഠിച്ചു വെക്കുക. So Bertrand Russell, Bertrand Arthur William Russell. So he was born in the year 1872, died in the year 1970. So he is basically an English philosopher, intellect. അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ നമുക്ക് വിശേഷണങ്ങളൊന്നും തികയത്തില്ല, അത്രത്തോളം വൈഡാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ ബ്രീഫായിട്ട് ചുരുക്കി ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ലൈക്ക് ഇൻ്റലക്ട്, ലിബറൽ തിങ്ക്, mathematician, liberal thinker, philosopher, intellectual person എന്നൊക്കെ രീതിയിൽ വളരെ വൈഡ് പ്രൊഫൈലാണ് ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ളത്. എഡ്യൂക്കേഷനിസ്റ്റാണ്. പല മേഖലയിലും ഇദ്ദേഹം കൈവയ്ക്കാത്ത ഒരു മേഖല തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. ഓക്കെ, എഡ്യൂക്കേഷനിസ്റ്റാണ്, എത്തിക്സ്, സോഷ്യോളജി, എല്ലാ സബ്ജക്റ്റിലും അദ്ദേഹം ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഹി റിസീവ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ ദ ഇയർ 1917. അത് അനദർ നോട്ടബിൾ പോയിന്റ് ആണ്. നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ ദ ഇയർ 1970. Then he wrote books for both laymen. അദ്ദേഹത്തിൻ്റെ ബുക്സൊക്കെ എടുത്ത് നോക്കിയാലും ചിലത് നമുക്ക് തോന്നും നമുക്കിത് അത്രയും ഡൈജസ്റ്റബിൾ അല്ല, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു ഭാഷയിലല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ ചില എസ്സേസ് ആണെങ്കിൽ വളരെ നമുക്ക് സാധാരണ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ പോലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സോ ഹി catered for both categories. Okay, so he written books for both layman and scholar. Then his books dealt with philosophy, science, mathematics, ethics, sociology, education, history, politics, polemic, religion and so on. Okay, അദ്ദേഹം എഴുതാത്ത ഒരു മേഖലകൾ വളരെ വിരളമാണ്. ഓക്കെ, അത് എണ്ണി എടുക്കേണ്ടി വരും. അത് ഏത് മേഖലയെ പറ്റിയും ഏത് വിഷയത്തെ പറ്റി അദ്ദേഹത്തിന് അറിവുമുണ്ട്. അതിൽ അദ്ദേഹം ബുക്സും എസ്സേസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ദെൻ he പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല, വേൾഡ് വാർ നടന്ന സമയത്ത് യുദ്ധത്തിൻ്റെ അതിനെതിരെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആ ഒരു ഭീകരതയെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. സോ ഹി സ്റ്റുഡ് ഫോർ ബോത്ത് പീസ് ആൻഡ് ന്യൂക്ലിയർ ഡിസാർമമെൻറ്റ്. ന്യൂക്ലിയർ അല്ലെങ്കിൽ ആണവ നിരായുധീകരണത്തിനൊക്കെ ആയിട്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് സംസാരിച്ചുള്ള സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിത്വമാണ്. സോ ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ ബീങ് ഗിവൺ ഹിയർ. The ABC of Atoms, Marriage and Morals, What I Believe, Education and the Social Order. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Then this essay is no exception from Russell's humanitarianism. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു നട്ട്ഷെല്ലാണ് ഇപ്പോൾ ഒരു പോയിൻ്റായിട്ട് ഇവിടെ ഒരു സ്ലൈഡിൽ തന്നിരിക്കുന്നത്. സോ നോ എക്സെപ്ഷൻ ഫ്രം റസൽസ് ഹ്യൂമാനിറ്റേറിയനിസം. അദ്ദേഹത്തിന് മനുഷ്യരോടുള്ള സമൂഹത്തോടുള്ള തൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു മാനവീയത അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം, ഇതെല്ലാം തുളുമ്പുന്ന ഒരു എസ്സേ ആണ് ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഹി വോണ്ട്സ് ടു സേഫ് ഗാർഡ് ദ പീപ്പിൾ ഫ്രം ക്രുവൽറ്റി ത്രൂ ആൻഡ് ഇംപാർഷ്യൽ ടീച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ലോകത്ത് ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ, ഒരു തലമുറയെ വാർത്തെടുക്കാൻ, മോൾഡ് ചെയ്യാൻ കഴിയുന്നത് ടീച്ചേഴ്സിനാണ്. അതുകൊണ്ട് അദ്ദേഹം അത്തരത്തിലുള്ള അങ്ങനെ ഒരു പങ്ക് വഹിക്കുന്ന ടീച്ചേഴ്സ്, they should be impartial, they shouldn't be prejudiced. ഓക്കെ, അവർ പ്രജുഡിസ്ഡ് ആകാത്ത, ഇംപാർഷ്യൽ ആകാത്ത നല്ലൊരു വ്യക്തിത്വങ്ങളായിരിക്കണമെങ്കിൽ മാത്രമേ അവർക്കൊരു നല്ലൊരു എഡ്യൂക്കേഷൻ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാൻ, കൾച്ചേർഡ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള തലമുറയെ വാർത്തെടുക്കാൻ അവർക്ക് സാധിക്കത്തുള്ളൂ. But a teacher must recognize his duties and should act for the betterment of himself and his society in the best way possible. The functions of a teacher are to teach without spreading malice against any group and to preach the pure pursuits of civilization. ഇപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ പക്ഷത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് ഒരു മതത്തിൻ്റെയോ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെയോ ദേശീയതയുടെ ഒന്നും ഒരു പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായിട്ട്
ഓക്കെ, കാര്യങ്ങളെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും കണ്ടെത്താനും മനസ്സിലാക്കാനും ഒക്കെ കുട്ടികളെ, വരും തലമുറകളെ പ്രാപ്തരാക്കുക. ഇനി ചെറിയ തനിക്ക് ശേഷം വരുന്ന തലമുറകളെ അറിവെത്തിച്ചു കൊടുക്കുക, നിഷ്പക്ഷമായിട്ട്, ഒന്നും ആരുടെയും പക്ഷം പിടിക്കാതെ, പക്ഷപാതപരമായിട്ട് സംസാരിക്കാതെ, പ്രജുഡിസ്ഡ് ആകാതെ, ഒന്നിനെയും എന്താ പറയുക, അതിനെ വസ്തുതകളെ ഫാക്ച്വലായിട്ട് റീസണബിളായിട്ട് എത്തിച്ചു കൊടുത്ത് അവരിലേക്ക് പകർന്നു കൊടുത്ത് അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ, ലിബറൽ തിങ്കേഴ്സ് ആക്കി മാറ്റാൻ പ്രാപ്തരാക്കുന്നവരായിരിക്കണം ടീച്ചേഴ്സ്. അവരുടെ ഉള്ളിലേക്ക് ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഒരു തരത്തിലെ വിഷലിപ്തമായ അറിവുകൾ അവരുടെ ഉള്ളിലേക്ക് ചെല്ലരുത് എന്നാണ് ബെർട്രൻഡ് റസൽ ഈ എസ്സേയിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ എസ്സേയിൽ ടീച്ചേഴ്സിനെ പറ്റി എന്താണ് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് ഇത്തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഓക്കെ, സോ ദിസ് എസ്സേ, ഈ ഒരു എസ്സേ പറ്റി പറയുകയാണെങ്കിൽ, യെസ്, ദിസ് എസ്സേ വാസ് ടേക്കൺ ഫ്രം ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദിസ് ഹിസ് കളക്ഷൻ അൺപോപ്പുലർ എസ്സേസ് എന്നൊരു ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അൺപോപ്പുലർ എസ്സേസ്. സോ ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ഹാർപ്പേഴ്സ് മാഗസിൻ. ആദ്യം ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1940 ഹാർപ്പേഴ്സ് മാഗസിനിലാണ്. പിന്നീട് ഇത് റീപ്രിൻ്റ് ചെയ്യുന്നതാണ് ഈ അൺപോപ്പുലർ എസ്സേസ് ഇൻ ദ ഇയർ 1950. അപ്പോൾ ഈ കുറച്ച് 3-4 പോയിന്റ്സ് ഓർത്ത് വെക്കുക. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വർഷം. ഈ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന എസ്സേ എടുത്തിരിക്കുന്നത് ഏത് കളക്ഷനിൽ നിന്നാണ്, ഏത് ബുക്കിലാണ്, ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത ഇയർ. ഇപ്പം പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് ചോദിച്ചിട്ട് 2 ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1940, 1950, ഫസ്റ്റ് പബ്ലിഷ്ഡ് എന്ന ഇയർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ട് 1940, 50 എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ചൂസ് 1940 ഉള്ളി. ഫസ്റ്റ് പബ്ലിഷ്ഡ് 1940 ആണ് ഇൻ ദ മാഗസിൻ, ഹാർപ്പേഴ്സ് മാഗസിൻ. റീപ്രിൻ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു കളക്ഷനിൽ ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടത് എന്നാണ്, അൺപോപ്പുലർ എസ്സേസ് എന്നൊരു ബുക്കിലാണ്. ഓക്കെ, ഇൻ ദ ഇയർ 1950. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പം ഈ ഒരു എസ്സേയുടെ ഒരു ഒറിജിനൽ വേർഷൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അതിൽ കുറച്ച് ഒരു 8 പേജ് വരുന്ന നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ PDF ഫോമിൽ കിട്ടും. പക്ഷെ അത്രയും നമുക്ക് ഈ ഒരു സ്ലൈഡിൽ ഇങ്ങനെ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് അതിൻ്റെ മേജർ ചങ്കും ഒറിജിനൽ ലൈൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ എന്താണോ തന്നിരിക്കുന്നത് അതിൻ്റെ മേജറായിട്ടുള്ള പോർഷനാണ് ഞാനിവിടെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും എസ്സേയിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ തന്നെ, അതേ സെൻറ്റൻസ് തന്നെയാണ് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മെയിൻ ക്രൂഷ്യൽ ക്രക്സ് ആയിട്ടുള്ള പോർഷനായിട്ടാണ് എടുത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം എസ്സേ എന്താണ്, ഇതിന് എന്താണ് പറയുന്നത് എന്നുള്ളൊരു വിഷൻ നിങ്ങൾക്ക്, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ടീച്ചിങ് മോർ, ഹീ സെയിങ് ദാറ്റ് ദിസ് പ്രൊഫഷൻ ഓഫ് ടീച്ചിങ് more even than most other professions has been transformed during the last 100 years from a small highly skilled profession concerned with a minority of population to a large and important branch of the public service. പണ്ട് ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ആയിട്ടുള്ള വളരെ എന്താ പറയുക ചുരുക്കം ചില ആൾക്കാരിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷനായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 100 വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് തന്നെ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ, ടീച്ചിങ് ഫീൽഡിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, കാരണം അതിനൊരു ഇതായിട്ട് പറയുന്ന, ഒരു തെളിവായിട്ട് അദ്ദേഹം പറയുന്നത്, വളരെ ചുരുക്കം ചില ആളുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു സ്കിൽഡ് പ്രൊഫഷനായിരുന്നു. ഓക്കെ, വളരെ നൈപുണ്യമുള്ള ഒരു ടീച്ചിങ്, ഈ ഒരു പ്രൊഫഷൻ വളരെ മികവ് തെളിയിച്ച ചുരുക്കം ചില ആളുകൾ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു ടീച്ചിങ് പ്രൊഫഷൻ. പക്ഷേ ഇന്ന് അതൊരു പബ്ലിക് സർവീസിൻ്റെ ഭാഗമായി. കാരണം എഡ്യൂക്കേഷൻ എന്നൊരു നമുക്കൊരു റൈറ്റിന്, അവകാശത്തിൻ്റെ ഭാഗമാകുമ്പം, അതൊരു സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാകുമ്പം അത് എത്രയും ആൾക്കാരിലേക്ക്, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാവുന്ന ഒരു ഡ്യൂട്ടി സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ അവരത് ഫങ്ഷൻ ചെയ്യുമ്പോൾ, അതവർ പെർഫോം ചെയ്യാൻ ശ്രമിക്കുമ്പം, അത് പെർഫോം ചെയ്യാൻ അവർ വെക്കുന്ന ചാലകങ്ങളാണ് ടീച്ചേഴ്സ്. ഓക്കെ, സോ ഒരു പബ്ലിക് സർവീസ് എന്നൊരു ഒരു സ്റ്റാറ്റസ് അതിന് കൈവന്നിരിക്കുകയാണ്. ദ പ്രൊഫഷൻ ഹാസ് എ ഗ്രേറ്റ് ആൻഡ് ഓണറബിൾ ട്രഡീഷൻ. ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വളരെ മഹത്തരമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യം അതിന് ഉണ്ട്. ഓക്കെ, യെസ്, sorry. In antiquity, teachers were not an organized profession and no control was exercised over what they taught. അപ്പം അദ്ദേഹം പറയുന്നത് ആദിമ കാലഘട്ടങ്ങളിൽ ഒരു ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ അത് ഒറിജിൻ ചെയ്ത കാലഘട്ടങ്ങളിൽ ഇതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു, അവർക്കൊരു സംഘടിതമായൊരു ശക്തിയോ സംഘടിതമായൊരു
കൂട്ടായ്മയൊന്നും ഈ ടീച്ചേഴ്സിന് ടീച്ചിങ് പ്രൊഫഷനിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഏത് ഗവൺമെൻറ് സെക്ടറിലാണ്, ഏതൊരു പ്രൈവറ്റ് ഫേമിലാണ്, അവിടെ ഒരു അവർക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനൊരു എംപ്ലോയേഴ്സിനൊരു അല്ലെങ്കിൽ എംപ്ലോയീസിന് അവർക്ക് അവരുടേതായ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട്, പരിഹരിക്കാനും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ അവർക്ക് അവരുടെ ഒരു വേദിയുണ്ട്. ഓക്കെ, ഇന്ന് ടീച്ചേഴ്സിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ഉണ്ട് പല പാർട്ടി ബേസ്ഡ് ആയിട്ട് സംഘടനകളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരുപാട് സംഘടനകൾ നമുക്ക് അധ്യാപകരുടെ ഇടയിൽ കാണാൻ സാധിക്കും. അധ്യാപക സംഘടനകളായിട്ട് കാണാൻ സാധിക്കും. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. സോ നോ കൺട്രോൾ വാസ് എക്സസൈസ്ഡ് ഓവർ വാട്ട് ദേ ടോട്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് പഠിപ്പിക്കുന്നു, എന്ത് പഠിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനം വേറെ ആരും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു നിയന്ത്രണം, അതിൻ്റെ മുകളിലൊരു നിയന്ത്രണം അവരെ ആരും ഒരു നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. They were really free in teaching. Okay, it is true that they were often punished. Yes, അന്നത്തെ കാലത്തും ഒരുപാട് പ്രശ്നങ്ങൾ അധ്യാപകർ എന്നുള്ളൊരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിലല്ല, സമൂഹത്തെ നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള നിലയിലുള്ള അധ്യാപകരാണ്. ഓക്കെ, ലൈക്ക് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ എന്ന അധ്യാപകരാണ് ഇവിടെ നമ്മുടെ ബെർട്രൻഡ് റസ്സൽ ഉദ്ദേശിക്കുന്നത്. വിരൽ ചൂണ്ടുന്നവരിലേക്കാണ്. ഓക്കെ, യെസ്. അപ്പം അവരുടെ കാലത്തും അവർ നിരവധി തെറ്റിദ്ധരിക്കപ്പെടലുകൾക്ക് വിധേയരായിട്ടുണ്ട്. ഒരുപാട് പണിഷ്മെൻറ്റ്, ശിക്ഷകണങ്ങൾക്ക് ഒരുപാട് ശിക്ഷ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഹരാസ്മെൻറ്റിന് അവർ വിധേയരായപ്പെട്ടിട്ടുണ്ട്. യെസ്. അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സോക്രട്ടീസിനെ മരണത്തിന് വിധിക്കപ്പെട്ടു, അതുപോലെ പ്ലേറ്റോ ജയിലിലടയ്ക്കപ്പെട്ടു. ഇങ്ങനെ ആ ഒരു പല ഇൻസിഡൻറ്റിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്, പണിഷ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ. ഓക്കെ, പിന്നെ നമ്മുടെ യെസ്, ബട്ട് സച്ച് ഇൻസിഡൻറ്റ് ഡിഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ സ്പ്രെഡ് ഓഫ് ദെയർ ഡോക്ട്രിൻസ്. അവർ മരണപ്പെട്ടാലും, അവർ ജയിലിലടയ്ക്കപ്പെട്ടാലും, അവരെ ഇല്ലാതാക്കിയാലും, നാട് കടത്തിയാലും, അവർ പറഞ്ഞ അല്ലെങ്കിൽ അവർ പകർന്നു കൊടുത്ത അവരുടെ അറിവ് അല്ലെങ്കിൽ അവരുടെ തത്വചിന്തകൾ, അവരുടെ ആശയങ്ങളൊന്നും അതിനൊരു മരണവുമില്ല. അത് അവരിൽ ഒതുങ്ങിപ്പോയില്ല. തലമുറകളിലേക്ക് അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്ക്, ലോകത്തിലേക്ക് നൂറ്റാണ്ടുകളിലേക്ക് അത് പിന്നീട് വ്യാപിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ എനി മൻ ഹൂ ഹാസ് ദ ജെന്യുവൻ ഇമ്പൾസ് ഓഫ് ദ ടീച്ചർ വിൽ ബി മോർ ആങ്ഷ്യസ് ടു സർവൈവ് ഇൻ ഹിസ് ബുക്സ് ദാൻ ഇൻ ദ ഫ്ലഷ്. അപ്പോൾ അവർ പറയുന്ന ഒരു ജെനുവിനായിട്ടുള്ളൊരു ടീച്ചർ, ഒരു നല്ലൊരു ടീച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന നന്മ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നന്മയിലേക്ക് നയിക്കുക, സംസ്കാര സമ്പന്നരാക്കുക, അതാണ് റോൾ. അല്ലാതെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ആ ഒരു ഗുഡ് ടീച്ചർ എന്നുള്ള രീതിയിലല്ല ഇവിടെ ബെർട്രൻഡ് റസ്സൽ സംസാരിക്കുന്നത്. അപ്പം ആ ഒരു ജെനുവിൻ ഇമ്പൾസ് ഉള്ള ടീച്ചർ ഒരിക്കലും തൻ്റെ ശരീരത്തിൽ മാത്രം, മാംസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അധ്യാപകനാകാതെ തൻ്റെ ആശയങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ഒരു അതിന് ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു തീക്ഷ്ണമതിയായിട്ടുള്ള അധ്യാപകനാകാനായിരിക്കും താല്പര്യപ്പെടുന്നതെന്നാണ് ബെർട്രൻഡ് റസ്സൽ പറയുന്നത്. So, a feeling of intellectual independence is essential to the proper fulfillment of teacher's function. അപ്പോൾ ഏറ്റവും അത്യാവശ്യം ഒരു ടീച്ചറിന് വേണ്ടത് ഇൻഡിപെൻഡൻസ്, ഫ്രീഡമാണ്, ഇൻ്റലക്ച്വൽ ഫ്രീഡമാണ്, ഇൻ്റലക്ച്വൽ ഇൻഡിപെൻഡൻസ് ആണ്. സോ ഫ്രീഡം ഈസ് എസെൻഷ്യൽ ടു ദ പ്രോപ്പർ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ ടീച്ചേഴ്സ് ഫംഗ്ഷൻ. ഒരു ടീച്ചർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ടീച്ചർ അവൻ്റെ ടീച്ചർ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് പ്രസൻറ്റ് സിനോറിയോ വെച്ച് നോക്കുകയാണെങ്കിലും ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെയാണ് നമ്മൾ കൂടുതലും അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ജെൻഡർ ബയാസ്ഡ് ആകാതെ, ജെൻഡർ ബേസ്ഡ് ആകാതെ ടീച്ചർ, അപ്പം അവനോ അവളോ ആകട്ടെ, അവർ നല്ല രീതിയിൽ അത് അവരുടെ ഡ്യൂട്ടി, അതിൻ്റെ ഒരു മീനിങ് അത് ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ യെസ്, ദേ നീഡ് ഇൻ്റലക്ച്വൽ freedom, intellectual independence, since it is his business to instill what he can of knowledge and reasonableness into the process of forming public opinion. So in antiquity he performed this function unhampered except by occasional spasmodic and ineffective interventions of tyrants or mobs. Okay, yes, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ടീച്ചർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള, വേർതിരിച്ച് കാര്യങ്ങളെ വ്യക്തമായി അപഗ്രഥിക്കാനുള്ള കഴിവ്. ഓക്കെ, അങ്ങനെ സമൂഹത്തിൽ ഒരു അഭിപ്രായം രൂപവൽക്കരിക്കാനുള്ള, അവരെ നല്ല രീതിയിൽ അവരെ സ്വഭാവ രൂപീകരണം, അതുപോലെ അവർക്ക് ഒരു പൊതുധാരണ ഉണ്ടാക്കിയെടുക്കാൻ, വളർത്തിയെടുക്കാൻ, അവബോധം അങ്ങനെയൊരു പൊതു അവബോധം അവരിൽ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കാനുള്ള ഒരു തലത്തിലേക്ക് അവരെ വളർത്തിയെടുക്കുക. അതാണ് ഒരു ടീച്ചറിൻ്റെ ഫംഗ്ഷൻ.
അപ്പം പണ്ടത്തെ കാലത്ത് എന്താ പറയുക, ഇത് അവർ ടീച്ചേഴ്സ് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവർക്കും അവിടെ ഒരുപാട് പ്രതിസന്ധികളും അത് എന്താ പറയുക നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചില അദ്ദേഹം തന്നെ ബെർട്രൻഡ് റസൽ തന്നെ സൂചിപ്പിക്കുന്ന ചില എക്സാമ്പിൾസ്, അതുപോലെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, രാഷ്ട്രീയത്തിൻ്റെയും അല്ലെങ്കിൽ മതപരമായ ചില എന്താ പറയുക ചട്ടക്കൂടിൽ നിന്ന് അവർക്ക് ഒരുപാട് എതിർത്ത് സംസാരിക്കുക, അവർക്ക് അതിൻ്റേതായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ. Yes. In the Middle Ages, teaching became the exclusive prerogative of the church, with the result that there was little progress either intellectual or socially. So ബെർട്രൻഡ് റസൽ പറയുന്നത് മധ്യകാലഘട്ടത്തിൽ കാത്തലിക് ചർച്ചിൻ്റെ ഒരു കൺട്രോളിലായിരുന്നു എഡ്യൂക്കേഷനിൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ആ ഒരു കാലത്ത് വലിയൊരു നേട്ടമോ വലിയൊരു പ്രോഗ്രസ്സോ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ആ ചർച്ചിൻ്റെ ക്ലച്ചസിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫ്രീഡം അവിടെ ടീച്ചേഴ്സിന് എന്തും പഠിപ്പിക്കാനുള്ള ഇൻ്റലക്ച്വൽ ഫ്രീഡം അവർക്ക് ഇല്ലായിരുന്നു. പിന്നീട് നവോത്ഥാന കാലഘട്ടത്തിലാണ്, നവോത്ഥാനത്തിൻ്റെ വരവോടെയാണ്, നവീകരണത്തോടെയാണ് ഈ ഒരു ജനറൽ റെസ്പെക്ട് ഫോർ ലേണിംഗ് ബ്രോട്ട് ബാക്ക് എവറി വെരി കൺസിഡറബിൾ മെഷർ ഓഫ് ഫ്രീഡം ടു ദ ടീച്ചർ. ഇപ്പം ടീച്ചേഴ്സിന്, അധ്യാപകർക്ക് അല്ലെങ്കിൽ സമൂഹത്തെ മാറ്റത്തിലേക്ക് നയിക്കുന്ന വക്താക്കൾക്ക് ഇതുപോലൊരു ബൗദ്ധിക തലത്തിൽ ഉള്ള അവർക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത് റിനൈസൻസോടെയാണ്. ഓക്കെ, നവോത്ഥാനത്തോടെയാണ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ ഇൻക്വിസിഷൻ കമ്പൽഡ് ഗലീലിയോ ടു റീകാൻറ്റ് ആൻഡ് ബേൺഡ് ജിയോഡാനോ ബ്രൂണോ അറ്റ് ദ സ്റ്റേക്ക്. അപ്പം ഇതുപോലെ ശിക്ഷ അനുഭവിച്ച മറ്റു ചില മഹത് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ പിന്നീട് ഇവിടെ കാണുന്നത്. ഭൂമിയുരുണ്ടതാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്താ പറയുക, ഗലീലിയോ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ, അതുപോലെ ജിയോഡാനോ ബ്രൂണോ തൂക്കിലേറ്റപ്പെടുന്നു. അങ്ങനെ പല പല സംഭവങ്ങളും ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു എന്താ പറയുക പണിഷ്മെൻറ്റ്, അവരുടെ ഒരു സിസ്റ്റമാണ്. അതായത് അവരുടെ ടീച്ചിങ്സിനെതിരെ പറയുന്നവരെ വിചാരണ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ കാത്തലിക് ചർച്ച് പഠിപ്പിച്ചതിനെതിരെ വിരുദ്ധമായിട്ട് അവതരിപ്പിക്കുന്ന പഠനങ്ങളെയും ശാസ്ത്രങ്ങളെയൊക്കെ അല്ല അത് പറയുന്നവരെയൊക്കെ വിചാരണ ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സാണ് ഇൻക്വിസിഷൻ. അതിന് വിധേയരാക്കപ്പെട്ടവരാണ് ഗലീലിയോയും ജിയോഡാനോ ബ്രൂണോ. ഓക്കെ, അപ്പം ഈ ഒരു ഇൻ്റലക്ച്വൽ ഫ്രീഡം റിനൈസൻസോടെയാണ് കിട്ടുന്നത്. അപ്പം അതാണ് ഇത്രയും പോർഷനിലുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിനകത്ത് പറയുന്ന വ്യക്തികളുടെ പേര് ഗലീലിയോ, അത് ചിലപ്പോൾ ഓപ്ഷൻസ് തെറ്റിച്ച് തരാം. ഗലീലിയോയുടെ കൂടെ വേറെ ആരുടെങ്കിലും പേര് നിന്നിട്ടായിരിക്കും പറയുന്നത്. അപ്പം ഗലീലിയോയുടെ കൂടെ തന്നെ ഇതുപോലെ ഇൻക്വിസിഷന് വിധേയനാക്കപ്പെട്ട വേറൊരു വ്യക്തി ആരാണ്? ജിയോഡാനോ ബ്രൂണോ. The institutions such as universities largely remained in the grip of dogmatists. ഇതുപോലെ പ്രൊപ്പഗാൻഡിസ്റ്റും ഡോഗ്മാറ്റിസ്റ്റുമായിട്ടുള്ള ആൾക്കാരുടെ ക്ലച്ചസിലായിരുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും, യൂണിവേഴ്സിറ്റീസ് പോലും. With the result that most of the best intellectual work was done by independent men of learning. Okay, with the result of that most of the best intellectual work was done by independent men of learning. In England, especially until near the end of the 19th century, hardly any men of first-rate eminence except Newton were connected with universities. ഓക്കെ, അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന പല പ്രമുഖ വ്യക്തികളുടെ, പ്രത്യേകിച്ച് ഒരു 19-ാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ആർക്കും തന്നെ യൂണിവേഴ്സിറ്റിയുമായിട്ട് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി തലത്തിൽ അവർ വലിയ പ്രഗത്ഭരായിരുന്നില്ല എക്സെപ്റ്റ് ന്യൂട്ടൺ. ബാക്കി എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരുന്നു. ഓക്കെ, പല പ്രശസ്ത വ്യക്തികളും. അതിൽ ന്യൂട്ടൺ മാത്രമേ ഉള്ളായിരുന്നു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആ ഒരു ലെവലിൽ റിലേറ്റ് ചെയ്തിരുന്നത്. So, but the social system was such that this interfered little with their activities or their usefulness. അപ്പം യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു സിസ്റ്റം തന്നെ ഇങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നത് കൊണ്ട് തന്നെ പലർക്കും അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു ഫ്രീഡം ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നവർ സമൂഹത്തിന് എന്തെങ്കിലും നന്മ കൊണ്ടുവരുമെന്നോ ഒരു മാറ്റം കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രയോജനം കൊണ്ടുവരുന്നോ ഒന്നും അവിടെ എന്താ പറയുക ഒന്നും തെളിവില്ല. അതേസമയം അവിടുത്തെ പ്രശസ്തരായ അതേസമയം യൂണിവേഴ്സിറ്റിയുടെ ഒന്നും കീഴിലല്ലാത്ത സ്വതന്ത്രമായി ചിന്തിച്ച സ്വതന്ത്രമായി പ്രവർത്തിച്ച വ്യക്തികളെ കൊണ്ടാണ് സമൂഹത്തിന് ഒരുപാട് നന്മകൾ കൈവന്നത്. കാരണം ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം എന്തൊക്കെയോ നിയന്ത്രണങ്ങളുടെയും അധികാര ശക്തികളുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും നിയന്ത്രണത്തിലായിരുന്നു. In our more highly organized world, we face a new problem. Something called education is given to everybody. ഓക്കെ, അപ്പം ഒരു ഓർഗനൈസ്ഡ് പാർട്ടി സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ടീച്ചിങ് പ്രൊഫഷൻ ഒരു വലിയൊരു അപകടം നിറഞ്ഞൊരവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ ബെർട്രൻഡ് റസൽ പറയുന്ന വേറൊരു പ്രോബ്ലമാണ് എഡ്യൂക്കേഷൻ ഈസ് ഗിവൺ ടു എവ്രിബഡി.
യൂഷ്വലി ബൈ ദ സ്റ്റേറ്റ് ബട്ട് സംടൈംസ് ബൈ ദ ചേർച്ചസ്. അപ്പം ഇന്ന് വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകപ്പെടുന്നു. അത് സ്റ്റേറ്റ് ആയിരിക്കും ചിലയിടത്ത് അത് ഇമ്പാർട്ട് ചെയ്യുന്നത്, വേറെ ചിലടത്ത് ചർച്ചായിരിക്കും. അപ്പം ഇത് എല്ലാവർക്കും നൽകപ്പെട്ടു എന്നതൊരു പുതിയൊരു പ്രശ്നമായിട്ടാണ് ബെർട്രൻഡ് റസ്സൽ അവതരിപ്പിക്കുന്നത്. ദ ടീച്ചർ ഹാസ് thus become in the vast majority of cases a civil servant obliged to carry out the behest of men who have not his learning, who have no experience of dealing with the young. ഓക്കെ, അപ്പം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പിന്നെ അവർ ജസ്റ്റ് എന്താ പറയുക, സിവിൽ സർവ് അവരൊരു ഡ്യൂട്ടി, ഒരു ജോബ് മാത്രമായി, അല്ലാതെ ഒരു പാഷനോടെ ഇത് ചെയ്യുന്ന ഒരു വ്യക്തികളാകാതെ ഇതൊരു ജോബായിട്ട് മാത്രം, ജോലിയായിട്ട് മാത്രം കാണുന്ന ഒരു രീതിയിലേക്ക് ടീച്ചിങ് പ്രൊഫഷൻ മാറുകയാണ്. ഓക്കെ, ഒരു സിവിൽ സർവൻസ് എന്നുള്ള രീതിയിൽ അവർ മാറുകയാണ്. അതുമാത്രമല്ല, they are obliged to carry out the behest of men who have not his learning. അവർ ഇത്തരത്തിൽ സിവിൽ സർവൻസ് ആകുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ IPS IAS സിവിൽ സർവൻസ് എന്ന് പറയുമ്പോൾ അവർ എത്രയും എഡ്യൂക്കേറ്റഡ് ആണ്, എത്രയും ടാലൻറ്റഡ് ആണ്, എത്രയും കാലിബർ ഉള്ളവരാണ്. പക്ഷെ അവരനുസരിക്കേണ്ടി വരുന്നത് ആരുടെ ആജ്ഞയാണ്? യെസ്, അവരുടെ ഏഴയരത്ത് പോലും വിദ്യാഭ്യാസം, അതിന് യോഗ്യത പോലും ഇല്ലാത്ത, അറിവോ ജ്ഞാനമോ ഇല്ലാത്ത ആൾക്കാരുടെ ആജ്ഞകളാണ് അവർ അനുസരിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് തന്നെയാണ് ബെർട്രൻഡ് റസ്സൽ ഇവിടെ പറയുന്നത്. ഓക്കെ, പലപ്പോഴും അധ്യാപകർ എന്ന് പറയുന്നത് ആരുടെ ചട്ടുകം ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു? അവരുടെ അത്രയും പോലും ആ ഒരു അറിവോ ജ്ഞാനമോ ഒന്നുമില്ലാത്ത, വിവരമോ ഒന്നുമില്ലാത്ത, വെറും രാഷ്ട്രീയത്തിന് വേണ്ടി സമൂഹത്തെ മാത്രം നോക്കിക്കാണുന്ന ആൾക്കാരുടെ ആജ്ഞകൾ അനുവർത്തിക്കാൻ അതിൻ്റെ ചട്ടുകമായിട്ടും പ്രവർത്തിക്കേണ്ടി വരുന്നു ടീച്ചേഴ്സിന് അല്ലെങ്കിൽ അധ്യാപകർക്ക്. ഓക്കെ, ആൻഡ് ഹൂസ് ഓൺലി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ ഇസ് ദാറ്റ് ഓഫ് ദ പ്രൊപ്പഗാൻഡിസ്റ്റ്. അവരുടെ ഒരു പക്ഷം, അവരുടെ എന്താ പറയുക, ഭാഗം ന്യായീകരിക്കുന്ന, വെറും ന്യായീകരണ തൊഴിലാളികൾ, വരുന്ന തലമുറയെ വെറും അവരുടെ ഒരു ആജ്ഞാനുവർത്തികളാക്കി മാറ്റുന്ന ആ ഒരു അനുഭവം, പരിജ്ഞാനം മാത്രമേ ഈ നേതാക്കൾക്ക് ഉള്ളൂ. അപ്പോൾ അവരുടെ അടിമകളായിട്ട് ഇത്തരത്തിലുള്ള സമൂഹത്തോട്, ചെറുപ്പക്കാരോട് ഇങ്ങനെ ഒരു പ്രതിബദ്ധതയും പുലർത്താത്ത, അവരോട് യാതൊരു തരത്തിലും അവരെ വാർത്തെടുക്കാൻ സഹായിക്കാത്ത ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആജ്ഞാനുവർത്തികളായിട്ട് അധ്യാപകർക്ക് പെരുമാറേണ്ടി വരുന്നു. ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി ടു സീ ഹൗ ഇൻ ദീസ് സർക്കംസ്റ്റൻസസ് ടീച്ചേഴ്സ് ക്യാൻ പെർഫോം ദ ഫങ്ഷൻസ് ഫോർ വിച്ച് ദേ ആർ സ്പെഷ്യലി ഫിറ്റഡ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് എത്രത്തോളം അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഫങ്ഷൻ പെർഫോം ചെയ്യാം എന്നുള്ളത് വളരെ എന്താ പറയുക, ദുർഗണം പിടിച്ചൊരു കാര്യമാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഈസി, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. സോ ഓർഗനൈസ്ഡ്, അപ്പം ഈ ഒരു എസ്സേയിൽ പറയുന്ന ഇനി അടുത്ത കുറച്ച് പോർഷനിലെ മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഞാനിവിടെ നോട്ട് ചെയ്യുന്നത്. Organized party spirit is one of the greatest danger of our time related with religion nationalism. അപ്പം ഒരു ഓർഗനൈസ്ഡ് ഒരു എന്താ പറയുക, പാർട്ടി സ്പിരിറ്റ്, അപ്പം അതൊരു സംഘടിതമായൊരു കൂട്ടായ്മ, അത് മതത്തിൻ്റെ പേരിലായിക്കോട്ടെ, ദേശീയതയുടെ പേരിലായിക്കോട്ടെ, എന്തിൻ്റെ ആണെങ്കിൽ പോലും അതൊരു വലിയൊരു അപകടം പിടിച്ച ഒരു അവസ്ഥയായിട്ടാണ് ബെർട്രൻഡ് റസ്സൽ ഈ എസ്സേയിൽ പറയുന്നത്. സോ അതൊരു ദേശീയതയുടെ പേരിലായിരിക്കും. അതിപ്പം ദേശീയതയുടെ പേരിലാണെങ്കിൽ ഒരു പക്ഷേ അത് യുദ്ധത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ എന്താണ് അത് മറ്റൊരു തരത്തിൽ അപകടം പിടിക്കുന്ന ദേശീയതയുടെ പേരിൽ ഇൻറ്റേർണലായിട്ട് തന്നെ ഒരു രാജ്യത്തിനകത്ത് തന്നെ സിവിൽ വാറിലേക്ക് നയിക്കും. ഓക്കെ, ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിരിക്കും. സോ ടീച്ചേഴ്സ് ഷുഡ് സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ സ്ട്രൈഫ് ഓഫ് പാർട്ടീസ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അധ്യാപക സമൂഹം എന്ന് പറയുന്നവർ ഇതിൽ നിന്നെല്ലാം മാറി വ്യത്യസ്തരായി, നിഷ്പക്ഷരായി, അൺപ്രജുഡിസ്ഡായി, അൺബയസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ട് മാറണം. ഒരു പക്ഷത്തിൻ്റെയും താല്പര്യങ്ങളുടെയും പുറകെ അതിൻ്റെ മറവിൽ തണൽ വെച്ച് നിൽക്കാതെ അവർ വ്യക്തിത്വമുള്ളവരായിട്ട് അടുത്ത തലമുറയെ എന്താണ് തെറ്റ് ശരി എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരാക്കി മാറ്റാൻ വേണ്ടി അവർ പ്രവർത്തിക്കേണ്ടവരാണ്. A teacher should help to grow in the young the habit of impartial inquiry and judge issues on their merit. Yes. അപ്പം തന്നിലേക്ക് വിദ്യ അഭ്യസിക്കാൻ അല്ലെങ്കിൽ പഠനത്തിനായിട്ട് കടന്നു വരുന്ന യുവതലമുറയെ, ചെറിയ കുട്ടികളെ എന്താണ്, they should impart a kind of habit. എന്ത് ഹാബിറ്റാണ്? ഹാബിറ്റ് ഓഫ് ഇംപാർഷ്യൽ ഇൻക്വയറി. ഓക്കെ, അവർക്ക് സ്വയം തന്നെ കണ്ടെത്തി കാര്യങ്ങളെ മനസ്സിലാക്കി ജഡ്ജ് ചെയ്ത് എന്താണ് റൈറ്റ്, എന്താണ് റോങ് എന്ന് വേർതിരിച്ചറിയാനുള്ളൊരു കഴിവ് ആ തലമുറയിൽ, ആ കുട്ടികൾക്ക്, ആ വിദ്യ അഭ്യസിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനൊരു ശീലം
ഹാബിറ്റ് വളർത്തിയെടുക്കണം. ഹാബിറ്റ് ഓഫ് ഇംപാർഷ്യൽ ഇൻക്വയറി ആൻഡ് ജഡ്ജ് ഇഷ്യൂസ് ഓൺ ദെയർ മെറിറ്റ്. പ്രശ്നങ്ങളെ അതിൻ്റെ ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞാൽ സ്വയം അവർക്ക് പ്രാപ്തരാകണം. അല്ലാതെ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം അവരുടെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു വശം മാത്രം കേട്ട് അത് മാത്രം വിശ്വസിച്ച് അതിൽ അന്ധമായിട്ട് വിശ്വസിച്ച് മറ്റുള്ളവർക്കെതിരെ യുദ്ധത്തിന് അല്ലെ വഴക്കിന് പടപൊരുതാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന വെറും വിഡ്ഢികളായിട്ട് അവരെ മാറ്റരുത്. നേരെ മറിച്ച് they should develop this habit of impartial inquiry and judge issues on their merit. And if there are people to whom the results of his investigation are inconvenient, he should be protected against their resentment. ഇപ്പോൾ ഏതെങ്കിലും അധ്യാപകർ ഏതെങ്കിലും ടീച്ചേഴ്സ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് ഇങ്ങനെ വളരെ സത്യസന്ധമായിട്ട് ആർക്കെങ്കിലും എന്താ പറയുക ആരുടെയും പക്ഷം പിടിക്കാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശത്രുക്കളിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഹാനികരമായിട്ട് അവരെ ഉപദ്രവിക്കുന്ന മേഖലകളിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കേണ്ട ഒരു ചുമതല സമൂഹത്തിന് ഉണ്ട്. ഈ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദെയർ റിസെൻറ്റ്മെൻറ്റ്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രയും ഈ ഒരു പോർഷനിൽ വെച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ വി വിൽ ബി കണ്ടിന്യൂയിങ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.